നിങ്ങൾ പള്ളികളിലല്ല, യെരൂശലേമിലല്ല, ആ മലകളിലുമല്ല, നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ആ ദൈവത്തെ അറിയണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് മുഖമുണ്ടായി. അങ്ങനെ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി, വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഞങ്ങളുടെ കുടുംബത്തിലെ ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാതെ മാറിയെന്നപ്പോൾ ഞാനത് ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല, അങ്ങനെ മാറി നിൽക്കുവാൻ സാധ്യമല്ല. ഞാൻ ഏത് വിശ്വാസത്തിലാണോ ഞാൻ ജനിച്ചത്, ആ വിശ്വാസത്തിൽ ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെങ്കിൽ ആ വിശ്വാസം ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകം വചനത്തിൽ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊരു പ്രതിമ നിർമ്മിക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യരുതെന്ന് പറയുന്നു. ഒരു ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ സൃഷ്ടാവാകുന്നു, എന്റെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കരുത്, അതെന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് ദൈവം പറയുമ്പോൾ പ്രിയരെ, ഞാൻ ആദ്യമായി ആ വചനം വായിക്കുണ്ടായി. എനിക്ക് മനസ്സിലായി, യഥാർത്ഥമായ ഒരു ദൈവം ഇപ്രകാരമാണ് പറയേണ്ടത്, എന്റെ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അവിടെ ദൈവ ചൈതന്യമില്ല എന്ന് പറയുന്നത് ഞാൻ വായിക്കാനിടയായി. എന്നാൽ ജീവിതം മുന്നോട്ട് പോയി, അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യ കുട്ടി ജനിച്ചു. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, കുട്ടി വയറ്റിൽ തലതിരിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് വലിയ ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്രകാരം ഇരിക്കുമ്പോൾ എന്റെ വീട്ടിൽ ഉച്ച സമയത്ത് എന്റെ വീട്ടിൽ അമ്മ TV കാണുന്ന ഒരു സ്വഭാവമുണ്ട്, സിനിമ കാണുന്ന സ്വഭാവമുണ്ട്. ആ TVക്ക് ഒരു കുഴപ്പമുണ്ട്, അത് നിർത്തി ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഓണാകില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ സിനിമ കാണുന്ന സമയത്ത് അത് ഓഫാക്കാതെ കടന്നു പോകും. ആ സമയത്ത് ഒരു സുവിശേഷകൻ വന്ന് സുവിശേഷം പറയുന്ന ഒരു ഇന്റർവെൽ സമയമുണ്ടായിരുന്നു. അപ്രകാരം എൻ്റെ ഭാര്യ ഇരിക്കുമ്പോൾ സുവിശേഷകൻ പറഞ്ഞു, നിങ്ങൾ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളുണ്ടോ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് ബൈബിളുമായിക്കോട്ടെ തുറന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. എന്റെ ഭാര്യ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, അത് സത്യദൈവമാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. എന്താണ് അടയാളം? എന്റെ വിരലൊരു മറുകൊണ്ടത് മാഞ്ഞു പോകണമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം ആ മറുക് മാഞ്ഞു പോകുന്നതല്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു വിളക്കമുണ്ടായി. ആ സമയത്ത് തന്നെ കുട്ടി തലതിരിഞ്ഞു വന്നു. വൈകുന്നേരം ഞാൻ വന്നപ്പോൾ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഇപ്രകാരം അനുഭവം എനിക്കുണ്ടായി. എന്റെ വയറ്റിൽ തലതിരിഞ്ഞു കൂടുന്ന കുട്ടി യഥാർത്ഥ പൊസിഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അടുത്ത ആഴ്ച ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷന്റെ ആവശ്യമില്ല, അത്ഭുതകരമായി കുട്ടി യഥാർത്ഥ പൊസിഷനിൽ എത്തിയിരിക്കുന്നു പറഞ്ഞു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച ശേഷം എന്റെ ഭാര്യ ഗൾഫിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തിൽ ചെന്ന് സ്നാനപ്പെടാൻ ഇടയായി. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്രകാരം യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നവർ കൂടി സ്നാനപ്പെട്ടു, ഞാൻ തിരികെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരണ്ട, അവിടെ തന്നെ നിന്നോളൂ. യഥാർത്ഥമായ വിശ്വാസം അതാണെങ്കിൽ അവിടെ നിൽക്കൂ, നമുക്ക് പിരിയാം. രണ്ട് വിശ്വാസം ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പിരിയേണ്ടതാണെങ്കിൽ പിരിയുക തന്നെ വേണം, അപ്രകാരം മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ ഭാര്യ പിന്നീട് കടന്ന് നാട്ടിലേക്ക് വന്നു. എന്നാൽ തൽക്കാലം ഞാനത് അവിടെ ഒരു വഴക്കിന്റെ ആ രീതി മാറ്റി സൗഹൃദത്തിൽ പോകുവാനായി ശ്രമിച്ചു. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ ആദ്യ കുർബാന എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. നിങ്ങൾക്കറിയാം, കത്തോലിക്കർക്കറിയാം. ആദ്യ കുർബാന എന്ന് പറയുമ്പോൾ കുട്ടിയെ അപ്പനും അമ്മയും കൂടി പള്ളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ ദൈവത്തിന്റെ ശരീരം, തിരുരക്തവും തിരുശരീരവും ആദ്യമായി സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അപ്പനും അമ്മയും ഇടത്തും വലത്തും നിന്ന് വേണം കുട്ടിയെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, കടന്നു വരണം, കുട്ടിയുടെ ആദ്യ കുർബാനയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കടന്നു വരില്ല, വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്ന പള്ളിയിലേക്ക് ഞാൻ കടന്നു വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റില്ല, നിർബന്ധമായും വരണം, വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാകും, കുടുംബജീവിതത്തിൽ ഒരു വിഷയമാകുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യൂ, വെറോണിക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീയെ തിരുവചനത്തിൽ കാണിച്ചു തരുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കടന്നു വരാം. ബൈബിളിൽ വെറോണിക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, വെറോണിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു കഥയുണ്ട്. കാൽവരി ക്രൂശിൽ കർത്താവ് കുരിശുമായി പോകുമ്പോൾ, ആ ക്രൂശ് പകിച്ചുകൊണ്ട് പോകുമ്പോൾ എന്റെ ഭാരം താങ്ങുവാനാകുന്ന വീണപ്പോൾ കർത്താവിന്റെ തിരുമുഖം വെറോണിക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീ തുടച്ച് ആ തുവാലയിൽ കർത്താവിന്റെ തിരുമുഖം പതിഞ്ഞു എന്നാണ് കഥ. അപ്രകാരം ഞാൻ വെറോണിക്കയെ ബൈബിളിൽ അന്വേഷിച്ചു.
എന്നാൽ എവിടെയും കണ്ടെത്തിയില്ല. എന്നെ ഇടവക പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഇപ്രകാരം പറയുന്നു, വെറോണിക്ക എന്ന് പറയുന്ന കഥാപാത്രത്തെ ബൈബിളിൽ കാണിച്ചു തരുമെങ്കിൽ പള്ളിയിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞു. അച്ഛൻ ചെറുചെറിയോട് പറഞ്ഞു, അങ്ങനെ ഒരു കഥാപാത്രം ബൈബിളിൽ ഇല്ല, അതുപോലെ ഒന്ന് സൃഷ്ടിയാണ്, കഥ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ അങ്ങനെയെങ്കിൽ എന്താണ് വിഗ്രഹങ്ങളെ കൂടെ വെച്ചിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയില്ലേ എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി വേദപുസ്തകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങിയ ജനം അതിനുശേഷം അതിനെ അടിച്ചുടച്ചു കളഞ്ഞ സംഭവം ഞാൻ വായിച്ചു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ താളപ്പിഴകളുണ്ടായി, സമാധാനക്കേടുണ്ടായി. അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഞാൻ മദ്യപിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. മിക്കവാറും ആഴ്ചയുടെ അവസാനങ്ങളിൽ മദ്യപിച്ച് ഞാൻ കടന്നു വരുമ്പോൾ ഒരു ദിവസം എന്നോട് എന്റെ ഭാര്യ തിരുവചനങ്ങളെ പറഞ്ഞു. ഇപ്രകാരം വചനങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്രകാരം മുന്നോട്ട് പോകാൻ സാധ്യമല്ല, നമുക്ക് പിരിയാം. അപ്പോൾ എന്ന് പറഞ്ഞു, ഒരു വിശ്വാസിക്ക് അവിശ്വാസി ഭർത്താവെങ്കിൽ അവിശ്വാസിക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം, വിശ്വാസിക്ക് പിരിയുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ മുമ്പിലേക്ക് തിരുവചനം തുണ്ടുകളായി വലിച്ചേരിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ വേദപുസ്തകമാണ് ഈ വീട്ടിൽ സമാധാനം കെടുത്തുന്നത്, അതുകൊണ്ട് ഈ വീട്ടിൽ വേദപുസ്തകം ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ അത് വലിച്ചു കയറി ഞാൻ കടന്നുപോയി. എന്നാൽ ഹൃദയത്തിലൊരു ഭയമുണ്ടായി. ഞാൻ കടന്നുപോയി. ആഴ്ചകൾക്ക് ശേഷം ഞാൻ പിന്നീട് എന്റെ ഒരു ബന്ധുവിന്റെ വീടിന്റെ വാർക്ക സമയത്ത് ഞാൻ അവരെ സഹായിക്കുവാനായി ഒരു നിലയിൽ കയറുന്നു. അതേ സമയത്ത് തന്നെ അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നില കൂടി ഞാൻ താഴേക്ക് പതിച്ചു. മരണകരമാകുന്ന സംഭവം, തലയടിച്ചാൽ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ തൊട്ടടുത്തുള്ള മതിൽ ഞാൻ തൂങ്ങിക്കിടന്നു. എന്തിനാണ് ദൈവം രക്ഷപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ടായി. ആ ഭയപ്പാടിന് പുറമെ ദൈവത്തെ അന്വേഷിക്കണമെന്നൊരു ചിന്ത എനിക്കുണ്ടായി. അങ്ങനെ കൊറോണ വരുന്ന സമയത്ത് ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോൾ എന്റെ ഹൃദയത്തെ ദൈവം തുറന്നു. എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി, ഞാൻ കീറിയ വചനം എനിക്ക് വായിക്കണം. അപ്രകാരം ഞാൻ ആ വചനം തുറന്ന് വായിച്ചു. അപ്പൊ ദൈവം എന്നോട് ഇടപെട്ടു. നിന്റെ ഗർഭം മുതൽ ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ള വചനം ഞാൻ വായിക്കുണ്ടായി. അപ്രകാരം ഞാൻ വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ ബൈബിൾ കീറിയവന്റെ അവസ്ഥ എന്താണെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തുന്നു. അതിൽ ഇരമ്യാ പ്രവാചക പുസ്തകത്തിൽ ബൈബിൾ കീറിയ തിരുവചനത്തെ കീറിയവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വായിക്കുവാനിടയായി. യഹൂദ രാജാവ് യെഹോയാക്കീം എന്ന് പറയുന്ന രാജാവ് താൻ ഹേമന്തത്തിൽ തന്റെ മുന്നിലേക്ക് തിരുവചനം എഴുതിയ ചുരുൾ അംഗപ്പാടികൾ കൊണ്ടുവന്ന് ആ ചുരുളുകൾ വായിക്കുമ്പോൾ കുറച്ച് ഭാഗം വായിച്ച ശേഷം തന്റെ മുമ്പിലിരുന്ന എഴുത്തുകാരന്റെ കത്തി മേടിച്ച് ആ തിരുവചനത്തെ കീറി മുറിച്ച് തന്റെ മുമ്പിൽ എരിഞ്ഞുകൊണ്ടിരുന്ന എരിപ്പോടിലേക്ക് ഇട്ടു. അത് കത്തിച്ചാമ്പലായി. എന്നാൽ ആ രാജാവിന് മനസാന്തരം ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, താൻ കീറിയ തിരുവചനത്തെ പ്രതി മനസാന്തരം ഉണ്ടാകാതിരുന്നുകൊണ്ട് ദൈവം പ്രവാചകനിൽ കൂടി പ്രകാരം പറഞ്ഞു. അപ്രകാരം മനസാന്തരം ഉണ്ടാകാത്ത രാജാവിന്റെ അവസ്ഥ എന്താണ്? അവരുടെ ശവം പകൽ വെയിലേൽക്കാനും രാത്രി മഞ്ഞേൽക്കാനും ഞാൻ വലിച്ചെറിയുമെന്നുള്ള ഒരു പ്രവചനം ഉണ്ടായി. അപ്രകാരം യഹോയാക്കീം എന്ന രാജാവിന്, ബൈബിൾ കീറിയ രാജാവിന് ഇപ്രകാരം അവരുടെ ശവം പകൽ വെയിലേൽക്കാനും രാത്രി മഞ്ഞേൽക്കാനും വലിച്ചെറിയപ്പെട്ടു. ഒരു കഴുതയ്ക്ക് കിട്ടിയ അടക്ക് പോലും കിട്ടാതെ അവൻ അപ്രകാരം എറിയപ്പെട്ടു, നഗരത്തിലേക്ക് എറിയപ്പെട്ടു. ഒരു പക്ഷേ വചനം കീറിയ, ബൈബിൾ കീറിയ എന്റെയും അവസ്ഥയും ഇങ്ങനെ മാറേണ്ടതായിരുന്നു. എന്റെ ശവവും തെരുവീതികളിൽ ഒരു പക്ഷേ നായ്ക്കൾ വലിച്ചു കീറി കാണേണ്ട അവസ്ഥയിലേക്ക് വരേണ്ടതായിരുന്നു. എന്നാൽ മാനസാന്തരം ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എന്തെന്ന് വെച്ചാൽ ദൈവം എന്റെ മുന്നേ കണ്ടിരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്റെ സാക്ഷ്യത്തെ പറയേണ്ടതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ വേർതിരിച്ചുകൊണ്ട് ഇപ്രകാരം എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് അവസരം ഉണ്ടായി. പ്രിയരെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, കാലം അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. കാലം അന്ത്യ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഏത് അവസ്ഥയിലുമായിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതിയിലുമായിക്കോട്ടെ, ഏത് മതത്തിലുമായിക്കോട്ടെ, നിങ്ങൾ പാപിയാണോ, നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ പല അവസ്ഥകളിൽ കടന്നു പോകുന്നുണ്ടോ, കടഭാരമുണ്ടോ, ഏത് അവസ്ഥയിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഞങ്ങളോട് നിൽക്കുന്നത്. പല ജാതിയിൽ നിന്നും പല മതത്തിൽ നിന്നും പല മതത്തിൽ നിന്നും ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തത് ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ അറിയുവാൻ നിങ്ങൾ തന്നിരിക്കുന്നു. ഞങ്ങൾ ദയവായി